നമസ്കാരം. ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ വീഡിയോ പകർത്തി പങ്കുവച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിലെ ഒളിവിൽ കഴിയവെയാണ് യുവതിയെ പോലീസ് പിടികൂടിയത്. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷിംജിത എവിടെ എന്നതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയടക്കം കണക്കിലെടുത്ത് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കിയെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നും ദീപകിന്റെ ബന്ധുക്കളടക്കം ആരോപിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഷിംജിത അറസ്റ്റിലാവുന്നതിനിടെ ഷിംജിത മുസ്തഫ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കോടതി അപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് യുവതി പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ യുവതി ഒളിവിൽ പോയി. അതിനിടെ ഇവർ മുൻകൂർ ജാമ്യത്തിനായി കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകിയതോടുകൂടി പോലീസ് നിസ്സംഗമായാണോ അന്വേഷണം നടത്തുന്നത് എന്ന തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് അറസ്റ്റ്. അഡ്വക്കേറ്റ് നെൽസൺ ജോസ് മുഖാന്തരമാണ് മുൻകൂർ ജാമ്യത്തിന് ഷിംജിത അപേക്ഷ നൽകിയത്. സംഭവത്തിൽ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആരോപണം വ്യാജമാണെന്നും തനിക്ക് മനോവിഷമം ഉണ്ടായെന്നും മകൻ സൂചിപ്പിച്ചിരുന്നുവെന്നും ദീപകിന്റെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകി. ദീപകിന്റെ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു വീഡിയോ സഹിതം യുവതി സാമൂഹിക മാധ്യമത്തിൽ ആരോപണം ഉന്നയിച്ചത്. വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപകിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ദീപക് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ദീപകിനെ സ്വന്തം വസതിയിൽ മനുഷ്യനിലയിൽ കണ്ടെത്തിയത്. അതേസമയം ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചെങ്കിലും നിർണായകമായ തരത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തത് പുറമെ വീഡിയോ ദൃശ്യങ്ങളില്ലാത്തതിന് തൊട്ടു മുൻപ് തന്നെ ദീപക് തന്നെ ആക്രമിച്ചിരുന്നു, ലൈംഗികമായി സ്പർശിച്ചിരുന്നു എന്നതൊക്കെയായിരുന്നു ഷിംജിതയുടെ വാദം. എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ CCTV ദൃശ്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. യാത്രക്കിടെ ഉപദ്രവിച്ചെന്ന് ആരും പരാതി പറഞ്ഞില്ല എന്നും ബസ്സിലെ ജീവനക്കാർ ഇന്നലെ പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ജീവനക്കാരുടെ മൊഴിയും ഒപ്പം ബസ്സിൽ യാത്ര ചെയ്ത മറ്റുള്ളവരുടെ മൊഴിയും എന്തായാലും പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ സംസ്ഥാനം വിട്ടതായി സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോയതടക്കം വലിയ വാർത്തയായിരുന്നു. തുടർന്നാണ് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയതാരോപിച്ച യുവതി സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഞായറാഴ്ച ദീപക് എന്ന 42 വയസ്സുകാരൻ ജീവനൊടുക്കിയത്. സംഭവം നടന്ന 6ാം ദിവസമാണ് ഷിംജിത അറസ്റ്റിലാവുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം. പയ്യന്നൂരിലെ ബസ് യാത്രക്കിടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ 23 ലക്ഷം പേരാണ് കണ്ടത്. ഇത് പ്രചരിച്ചതോടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്.